നീ ഒരു തെറ്റിൽ നിന്ന് മാറി നിന്നാൽ അല്ലാഹ് നിനക്ക് പകരം അതിനേക്കാൾ നല്ലത് തന്നിരിക്കും. നീ ഇപ്പൊ വിചാരിക്കുന്ന ഒരു തെറ്റുണ്ടല്ലോ, ആ തെറ്റ് പടച്ചോനെ വിചാരിച്ച് നീ മാറിയാൽ നിനക്കതിനേക്കാൾ നല്ലത് പടച്ചോൻ വേറെ തരും. മൻ തറക ലില്ലാഹി ശൈആ, ആരെങ്കിലും അല്ലാഹുക്ക് വേണ്ടി അങ്ങനെ ഉപേക്ഷിച്ചാൽ അബദഹുല്ലാഹു ഖൈറൻ മിൻ, അതിനേക്കാൾ ഉത്തമമായത് അല്ലാഹുവിന് കൊടുക്കുന്നതാണ്. ഏത് രംഗം ഉദാഹരണത്തിന് വെച്ച് നോക്കാം നമുക്ക്. അതിനേക്കാൾ ഹൈറായത് പടച്ചോൻ തരും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, പാപികളെ നല്ല വിളിച്ചത്, സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, നിഷ്കളങ്കമായി ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ്, ഒരു അഭിനയത്തിനല്ല, റമദാൻ കഴിയളത്തക്കല്ല, തൽക്കാലത്തിനല്ല, എന്നേക്കുമായി നിന്റെ തെറ്റുകളിൽ നിന്ന് നീ നസീഹത്തായി ഗുണകാംക്ഷയോടെ ആത്മാർത്ഥമായി തൗബ ചെയ്തോ. അല്ലാഹ് പൊറുക്കാൻ തയ്യാറാണ്, അല്ലാഹ് സ്വർഗം തരാൻ തയ്യാറാണ്. മഹാനായ അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു ചരിത്രം വ്യക്തിയാണ്. 1992 മുതൽ 1999 വരെ മരിക്കുന്നത് വരെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ആ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി 41ഓളം കിതാബുകൾ രചിച്ചിട്ടുണ്ട്. മഹാനവറുകൾ പറയാണ്, അൽ ഇലാജുൽ ഹഖീഖി ലിദ്ദുനൂബ്, പാപം ചെയ്ത മനുഷ്യരെ നിനക്കുള്ള യഥാർത്ഥ പരിഹാരം എന്താ? യകൂന ബിത്തൗബതി ഇലല്ലാഹ്, വേഗത്തിൽ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. നീ നശിച്ചിട്ടില്ല, നിന്റെ ജീവിതം തീർന്നിട്ടില്ല, നിനക്ക് രക്ഷപ്പെടാൻ ഇപ്പോഴും വഴിയുണ്ട്. നീ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തോ. വതർകുൽ മആസി, എല്ലാ പാപങ്ങളും നീ ഒഴിവാക്കിക്കോ. വഫിസ്സുദ്ഖി ഫീ ദാലിക, സത്യസന്ധമായി തൗബ ചെയ്യാൻ നീ തയ്യാറായിക്കോ. ഇത് തയ്യാറുണ്ടെങ്കിൽ ഇതുവരെ നീ ചെയ്ത കൂമ്പാരങ്ങൾ, ഹദീസിൽ പറഞ്ഞത്, ആകാശം മുട്ടുവോളം നീ പാപം ചെയ്തവനാണെങ്കിലും നിനക്ക് പുറത്തു തരാം. എന്താ വേണ്ട? ഭൂമി പരന്നതോളം നീ ചെയ്ത പാപങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തു തരാം. അല്ലാഹ് ഒരുക്കാണ്. നമ്മക്കല്ലേ വിട്ടുകൊടുക്കാനും പുറത്തു കൊടുക്കാനൊക്കെ മടിയുള്ളൂ. അല്ലാഹ് തയ്യാറാണ്. അതിനെന്താ ചെയ്യേണ്ടത്? ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നീ തൗബ ചെയ്യണം. അതിന്റെ ഷറത്ത് പാലിച്ച് ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 400 പ്രാവശ്യം പറഞ്ഞാലും തൗബയാകൂല. ആളുകളുടെ ധാരണത്താണ്, ഞാൻ കുറെ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാലേ പ്രശ്നം തീരുന്ന വിചാരിച്ച്. ഇല്ല, ഒരാളുടെ തൗബ എന്ന് പറഞ്ഞ 3 നിബന്ധന അയാൾ പ്രധാനമായി പരിഗണിക്കണം. 3 നിബന്ധന. 1, അയ്യഖ്ലഅനിൽ മഅസിയത്തി, അദ്ദേഹം ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് ഊരിപ്പോരണം. ഇപ്പൊ ചെയ്യണ തെറ്റെന്താന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ആ തെറ്റെന്ന് മാറിപ്പോരാതെ നീ എത്ര അസ്തഗ്ഫിറുല്ലാഹ് കൊണ്ടും കാര്യമില്ല. വേഗം അതൊന്ന് തിരിയണം. അതിന്റെ നഷ്ടങ്ങളെ കുറിച്ച് നീ ആലോചിക്കണ്ട, നിനക്കതിൽ ലാഭമേ ഉള്ളൂ. നീ തെറ്റുകളിൽ നിന്ന് ആദ്യം ഒഴിവാകണം. 2, അയ്യന്തമ അലാ ഫിഅലിഹി, ചെയ്ത തെറ്റിന്റെ പേരിൽ നിനക്കൊരു ഖേദമുണ്ടാകണം. ഇവിടെ മറ്റവനെ പറ്റിച്ചിട്ട് നമ്മളിങ്ങനെ സന്തോഷിക്കുകയാണ്, ഞാൻ അത്ര പറ്റിച്ചു. നമ്മൾ എന്തെങ്കിലും വേണ്ടാത്തരം ചെയ്തിട്ട് അത് ബാക്കിയുള്ളവരെ വിളിച്ചറിയിക്കുകയാണ് സന്തോഷം കൊണ്ട്. എന്നാൽ നിനക്ക് തെറ്റു ചെയ്തതിന്റെ പേരിൽ ഖേദവും നിരാശയും സങ്കടവുമാണ് വേണ്ടത്, ചെയ്തു പോയതിന്റെ പേരിൽ. അതുണ്ടാവണം. 3, അയ്യഅസിമ അലാ അയ്യഊദ ഇലൈഹി, ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് പോകൂല എന്ന് ഉറച്ചു തീരുമാനിക്കണം. പിന്നെ ഉലമാക്കന്മാര് പറഞ്ഞത്, മനുഷ്യരോട് ചെയ്ത തെറ്റാണെങ്കിൽ അവരുടെ സമ്പത്ത് കവർന്നെടുത്തു, അവരുടെ അഭിമാനം വ്രണപ്പെടുത്തി, അവരുടെ രക്തം ചിന്തി, എങ്കിൽ അവരോട് പോയി മാപ്പ് ചോദിച്ച് പരിഹാരം കാണണം. നമ്മൾ എത്ര ആൾക്കാരെ കാണേണ്ടി വരും? നമ്മൾ എത്ര ആളോട് പോയിട്ട് മാപ്പ് ചോദിക്കേണ്ടി വരും? ഇനി അള്ളാഹുവുമായി ബന്ധപ്പെട്ട തെറ്റുകളാണ്, നിസ്കാരമില്ല, സകാത്ത് കൊടുത്തില്ല, ഹജ്ജിന് പോയിട്ടില്ല, ചെയ്യേണ്ട ബാധ്യത ചെയ്യാത്തവരാണെങ്കിലോ അള്ളാഹിനോട് തൗബ ചെയ്യണം. ഇങ്ങനെ നമ്മളങ്ങ് ഒരുങ്ങി പുറപ്പെട്ടാൽ പടച്ച റബ്ബ് ഏറെ മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ കാര്യം. രാത്രിയും പകലും അല്ലാഹ് തയ്യാറാണ് പാപം പൊറുക്കാൻ, പകൽ വ്യത്യാസമില്ലാതെ. അപ്പോഴും ചില ആളുകളുടെ മനസ്സിൽ തോന്നുകയാണ്, ഞാൻ ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല, ഞാൻ ഒരാളുടെയും 5 നയാ പൈസ ഞാൻ കവർന്നെടുത്തിട്ടില്ല, ഞാൻ എന്തിനാ തൗബ ചെയ്യുന്നത്? നമുക്ക് തോന്നണം, ഞാൻ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്?
എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നി അതൂബു ഫിൽ യൗമി 100 മറ, ഞാൻ ഒരു ദിവസം 100 തവണ അല്ലാഹുവോട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് തെറ്റാ ചെയ്തത്? സ്വർഗത്തിന്റെ കവാടം ആദ്യമായി തുറക്കുന്ന നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 തവണ തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കെന്തിന് മടി കാണിക്കണം? നമ്മൾ എല്ലാവരും തൗബ ചെയ്ത് മടങ്ങാൻ സന്നദ്ധരാവണം. അള്ളാന്റെ ചോദ്യം ഇതാണ്, അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന, അവർക്കെന്താ തൗബ ചെയ്യാൻ പറ്റൂലേ? അവർക്കെന്താ ഇസ്തിഗ്ഫാർ ചെയ്തുകൂടെ? എന്താണ് അവർക്ക് ചെയ്തുകൂടെ? അള്ളാന്റെ ചോദ്യമാണ്. നമ്മുടെ മനസ്സിനകത്ത് നിന്ന് പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം. മുത്തഖീങ്ങളുടെ അടയാളം പറയുകയാണ്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും, മുത്തഖീങ്ങളായ ആളുകൾ എന്തെങ്കിലും ഒരു മ്ലേച്ഛമായതോ തെറ്റായ ഒരു പ്രവർത്തനം ചെയ്തു, സ്വന്തത്തോട് ഒരു അക്രമം ചെയ്ത, ദക്കറുല്ലാഹ്, പെട്ടെന്നവൻ അള്ളാഹുവിനെ ഓർത്ത് ഇതൊരു പാപമാണെന്ന് മനസ്സിലാക്കി, ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരുടെ തെറ്റുകൾക്ക് ഇസ്തിഗ്ഫാർ നടത്തും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ, അവർ ചെയ്യുന്ന തെറ്റുകളിൽ ഒരിക്കലും ഉറച്ചു നിൽക്കുന്നവരല്ല. മുത്തഖീങ്ങളുടെ അടയാളം പറയാ, തെറ്റു ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് അള്ളാഹനെ ഓർത്ത് ഇസ്തിഗ്ഫാർ നടത്തും, ഒരിക്കലും തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവരല്ല മുത്തഖീങ്ങൾ. ഉറച്ചു നിൽക്കുന്നവരല്ല, അതൊന്ന് മാറിപ്പോരുന്നവരാണ്. അള്ളാഹുവോട് നന്നായി ഇസ്തിഗ്ഫാർ നടത്തണം. ഇനി ആളുകൾ ചോദിക്കുക, തൗബ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം? നിസ്കാരം ശരിയാവൂലേ? തൗബ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം? ഞാൻ ചെയ്ത ഹജ്ജ് ശരിയാവൂലേ? അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, വമല്ലം യതുബ്, ആരെങ്കിലും തൗബ ചെയ്യുന്നില്ലെങ്കിൽ ഫൗലായിക ഹുമുൽ ളാലിമൂൻ, അവർ അക്രമികളാണ്, അവർ പാപികളാണ്. തൗബ ചെയ്യാത്തവർ പാപികളാണ്. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്, നീ പാപിയാണോ, ഇസ്തിഗ്ഫാർ ചെയ്ത് തെറ്റുകളിൽ നിന്ന് മടങ്ങിക്കോ, നിനക്ക് രക്ഷപ്പെടാം. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കുക. അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമു, അള്ളാഹുവിലേക്ക് മടങ്ങിക്കോ. അല്ലാഹു ഗഫാറാണ്, പാപം പുറത്ത് മനുഷ്യനെ അങ്ങേയറ്റം സഹായിക്കുന്ന, അവന് ഗുണകരമായി പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ തെറ്റുകളുടെ മുമ്പിൽ നമ്മൾ ഇരുന്നൊന്ന് കരയണം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ വിലപ്പെട്ട പലരെയും നഷ്ടപ്പെട്ടപ്പോ നമ്മൾ കരഞ്ഞുപോയി. ഒരുപാട് ജീവിതത്തിന്റെ ദുഃഖകരമായ ഭാരങ്ങൾ തലക്ക് പിടിച്ചപ്പോ നമ്മൾ അറിയാതെ കണ്ണുനീര് വാർത്തു പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു രാത്രി നമ്മൾ ചെയ്ത തെറ്റിനെ കുറിച്ചോർത്ത് അള്ളാന്റെ മുമ്പിൽ ഒറ്റയ്ക്കിരുന്ന് നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ? കരയാൻ പറ്റിയ മാസമാണ്, സമയത്തിലാണ്. നമ്മുടെ തെറ്റിനെ കുറിച്ചോർത്ത് അള്ളാഹുവിനെ കുറിച്ച് ഒറ്റയ്ക്കിരുന്ന് ഓർക്കുന്നു. എന്നിട്ട് 2 കണ്ണൊന്നും ഇങ്ങനെ കണ്ണുനീർ ധാരധാരയായി പൊഴിക്കുന്നു. കരയണം. നമ്മളൊക്കെ ചെയ്ത പാപത്തിന്റെ ദുരന്തം അനുഭവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടാകും, എത്ര വ്യക്തികളുണ്ടാകും, എത്ര ആളുകൾ നമ്മളെ കുറിച്ചോർത്ത് നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുത്തിയ എത്ര മനുഷ്യരുണ്ടാകും. ആലോചിച്ച് കരയാൻ ഇനിയും മടി കാണിക്കണ്ട. പടച്ചവന്റെ മുമ്പിൽ ഇഷ്ടപ്പെടാനുള്ള മാർഗം അതാണ്. മഹാനായ യഹ്യ ബിൻ മുആദ് റഹിമഹുല്ലാ രേഖപ്പെടുത്തുകയാണ്, താബഈ പണ്ഡിതനാണ്, ഹിജ്റ 258 മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ രേഖകളിൽ കാണാൻ സാധിക്കും, മനുഷ്യ, നീ തൗബ ചെയ്താൽ താഇബി ഫഖ്റൻ, തൗബക്കാരാ, നീ അഭിമാനമാണ്, നിനക്ക് അഭിമാനിക്കാം. ഫരിഹല്ലാഹു ബിതൗബതി, തൗബ ചെയ്യുന്നവന്റെ ആ പ്രവർത്തനത്തിൽ അല്ലാഹ് സന്തോഷിക്കുന്ന കാര്യമാണ്. തെറ്റ് ചെയ്തിട്ട് പിന്നെയും അല്ലാഹ് സംഭവിച്ചു പോയി എന്ന് പൊട്ടിക്കരയുന്നത് അല്ലാഹ്ക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരു മനുഷ്യൻ തെറ്റുകളിൽ നിന്ന് മാറാനും നന്നാകാനും തീരുമാനിച്ചു. ശ്രദ്ധിച്ചോളി, തെറ്റ് ഇനി ആവർത്തിക്കണില്ല, ഇനി നന്നാവണം, ഇനി എന്തായിരുന്നാലും ഒരു നല്ല ജീവിതം ഉണ്ടാകണമെന്ന് ഈ ദിവസങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവണം. എങ്കിൽ ശ്രദ്ധിച്ചോ, നിനക്ക് തെറ്റുകളിലേക്ക് ഇനി പോകാതിരിക്കാൻ മഹാനായ പണ്ഡിതൻ ഹാത്തിമുൽ അസം റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 237 ഖുറാസാനിൽ വെച്ച് മരണപ്പെട്ട ആ താബഈ പണ്ഡിതൻ പറയാണ്, ഇനി മുതൽ നീ തെറ്റു സംഭവിക്കാതെ ജീവിക്കണമെങ്കിൽ 4 കാര്യങ്ങളൊന്ന് നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിച്ചോളണം. നന്നാകാനൊക്കെ തീരുമാനിച്ചു, പക്ഷെ പിന്നെ റമദാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ ലെവലിലേക്ക് മാറാണ്.
അതിന്റെ ഉദാഹരണം പറയാണ്. ഒന്ന് നീ ശ്രദ്ധിക്കേണ്ടത് അൻ തഹ്ഫദൽ ലിസാന മിനൽ ഗീബതി വൽ കദിബി വൽ ലഗ്വി. നീ തൗബ ചെയ്ത് നന്നാകാൻ തീരുമാനിച്ചോ എങ്കിൽ ഇനി മുതൽ നീ നിന്റെ നാവിനെ ശ്രദ്ധിക്കണം. സകല പാപങ്ങളുടെയും ഒരു വലിയ വഴിയാണ് നാവ്. അത് നുണയില്ലാത്ത, കദിബില്ലാത്ത, കള്ളം പറയാത്ത, ഗീബത്ത് വരാത്ത, നമീമത്തില്ലാത്ത, ലഗ്വില്ലാത്ത, അനാവശ്യങ്ങളില്ലാത്ത, തെറി പറയാത്ത, ഇരട്ടപ്പേര് വിളിക്കാത്ത നല്ല ഒരു നാവാക്കി നിന്റെ നാവിനെ നീ മാറ്റാൻ ശ്രമിച്ചോ. ഇല്ലെങ്കിൽ നിന്റെ തൗബയ്ക്ക് വെറുതെ ആകും. ആ നാവ് കൊണ്ട് തന്നെ നിനക്കെതിരെ ആളുകൾ പരലോകത്ത് വരും. നാവ് ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് നിലവിൽ നീ തെറ്റു ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നിന്റെ കൂട്ടുകാരന്മാരാണ്, ചങ്ങാതികളാണ്, പിയർ ഗ്രൂപ്പാണ്. അവരിൽ നിന്ന് നീ ഉൾവലിയണം. ഇല്ലെങ്കിൽ നീ വീണ്ടും സിഗരറ്റ് ഇനിയും കുത്തും. നീ മദ്യത്തിന്റെ കോപ്പകളിൽ ഓരോന്നോരോന്ന് ചോദിക്കും. നീ മദ്യത്തിന് ഷെയർ ഇനിയും കൊടുക്കും. എപ്പോ? നീ ഇതിന്റെ ആളാണെങ്കിൽ, നീ ചീത്ത കൂട്ടുകെട്ടിന്റെ ആളാണെങ്കിൽ വീണ്ടും അതേ കൂട്ടുകാരിലേക്ക് നീ മടങ്ങിച്ചെന്നാൽ ഈ തോബ നിനക്ക് ഓർമ്മ ഉണ്ടാവൂല, ഈ റമദാൻ നിനക്ക് ഓർമ്മ ഉണ്ടാവൂല. അതുകൊണ്ട് ഹാത്തിമുൽ അസം റഹ്മത്തുള്ളാഹി പറയാണ്, നിലവിൽ നീ തെറ്റു ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലുള്ള കൂട്ടുകെട്ടുണ്ടോ അതൊന്ന് പോരണം. അങ്ങനത്തെ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ടോ, ആ കൂട്ടുകളിൽ നമ്മൾ മാറണം. അങ്ങനത്തെ ക്ലബുകളിൽ നീ അംഗമാണോ, നീ അതിന്ന് മാറണം. അപ്പോഴേ നിനക്ക് നന്നാകാൻ ഇനി അവസരമുള്ളൂ. മൂന്നാമത്തേത് ഇദാ ദകർത ദംബ തസ്തഹീ മിനല്ലാഹ്. നീ ഒരു തെറ്റു ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊതിക്കുമ്പോ, ആലോചിക്കുമ്പോ ആരും കാണുന്നില്ല, വാതിലടച്ചിട്ടുണ്ട്, എന്റെ മൊബൈൽ ഫോണാണ്, പാസ്വേഡ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നലുണ്ടാകുമ്പോഴും നീ അള്ളാഹുവിൽ നിന്ന് ലജ്ജിക്കണം കേട്ടോ. അള്ളാഹ് കാണുന്നുണ്ട്, അള്ളാഹ് എന്നെ നോക്കുന്നുണ്ട്. ഇത്രയും നിഅമത്ത് എനിക്ക് തന്ന റബ്ബിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാ ഈ തെറ്റ് ചെയ്യുക എന്ന് ആലോചിച്ച് ഓർമ്മിക്കണം നീ തെറ്റു ചെയ്യുമ്പോ. 4 ഇനിയും തെറ്റുകളിലേക്ക് വീഴാൻ സാധ്യതയുള്ള മനുഷ്യ, ഒരു തെറ്റിന്റെ മുമ്പിലെത്തുമ്പോ നീ മരണത്തെക്കുറിച്ച് ഓർത്തതിന് തയ്യാറായിക്കോ. നാളെ മദ്യപിച്ചുകൊണ്ട് മദ്യപാനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ആലോചിക്കണം, ഞാൻ മദ്യപാനിയായി അടുത്ത ദിവസം മരിച്ചാൽ എന്റെ കഥയെന്താ? ഞാനൊരു ഹറാം ആസ്വദിച്ച് നോക്കി കണ്ട് ആസ്വദിച്ച് ജീവിച്ച മനുഷ്യ, ആ രാത്രി ഞാൻ മരിച്ചാൽ എന്റെ അവസ്ഥ എന്താ? ഓരോ പാപങ്ങൾ ചെയ്യുമ്പോഴും ചിന്തിക്കണേ, ഇത് കഴിഞ്ഞ അടുത്ത ദിവസത്തിലോ സെക്കൻഡിലോ ഞാൻ മരിച്ചാൽ ഒരു പാപം ചെയ്ത് മരിക്കുന്നവനായി മാറുകയാണ്. ഇതൊന്ന് ഓർത്തു നോക്കിക്കോ, എങ്കിൽ നിനക്ക് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസ്ഥയുണ്ടാകും.